നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ബംഗാളിലെ കാറ്റും കോളിലൊക്കെ ഒന്നും ഒടുങ്ങുന്നില്ല. ഒരു സമയത്ത് ഒരു ഭാഗത്ത് സുവേന്ദു അധികാരി സർക്കാർ വൻ വികസന പദ്ധതികളുമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവരവരുടെ ഭരണത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമം, സുരക്ഷ, ഐശ്വര്യം, സുസ്ഥിരത, വികസനത്തിൽ മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ ആദ്യത്തെ 1-2 ആഴ്ച, ഒരു മാസം തികയാൻ പോകുന്നു അല്ലേ. മറുഭാഗത്ത് പ്രതിപക്ഷം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് വിമർശിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അടപടലം, തർക്കത്തിലും അടിയിലും ബഹളത്തിലും, അഭ്യൂഹങ്ങൾ, ആശങ്ക, അനിശ്ചിതാവസ്ഥ. കാരണം എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഡൽഹിയിലാണ്. അവിടെ എന്തൊരു വലിയ മാറ്റം നടന്നതുപോലെയാണ് അവരുടെ പറയുന്നത്. ശരിക്കും എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ഉപ്പുവച്ച കലം പോലെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വെള്ളത്തിൽ വരയ്ക്കുന്ന വര, അതിന് എത്ര ആയുസ്സുണ്ട്? അത് പെട്ടെന്ന് മാഞ്ഞു പോകും അല്ലേ, വര വീഴില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. 15 വർഷം ബംഗാൾ ഭരിച്ച പാർട്ടിക്കുണ്ടായിരിക്കുന്ന തിരിച്ചടി വളരെ വലുതാണ്. ഇപ്പോൾ ഇതാ മമത, മറ്റത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെതിരെ, രാഹുലിനെതിരെ ഒക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന മമത ഇപ്പോൾ പഞ്ചപുച്ഛമടക്കി ഡൽഹിയിലെത്തി കോൺഗ്രസിൻ്റെ കാല് പിടിക്കുന്ന ഒരവസ്ഥയിലാണ്. ആക്രോശമില്ല, വെല്ലുവിളികളില്ല, ഷോ ഓഫ് ഇല്ല. അവസാനം തെരുവിളിച്ചതാ മറ്റേ അഭിഷേക് ബാനർജിയെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഡിസ്ചാർജ് ചെയ്ത ആശുപത്രി ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, മമതയ്ക്ക് ഒന്നാമത്തെ കാര്യം, മമത എക്സെൻട്രിക് ആണ്. അത് അങ്ങനെയാണെന്ന് അവരുടെ പ്രവൃത്തിയാണ് തെളിയിക്കുന്നത്, നമ്മളാരും പറഞ്ഞുണ്ടാക്കുന്നതല്ല. അപ്പോൾ ആ മമതയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയമെടുക്കും മമത ഈ പരാജയം ഉൾക്കൊള്ളാൻ. മമതയ്ക്ക് ഇപ്പോഴും അവർ പരാജയപ്പെട്ടു എന്നവർ വിശ്വസിക്കുന്നില്ല. അവരുടെ മനസ്സ് പരാജയത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അവരുടെ ഈഗോയും അവരുടെ ആ ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. മമത എന്തൊക്കെയാണ് മമത പറഞ്ഞു വരുത്തിയത് അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് മമത എന്തെല്ലാം വെല്ലുവിളികളാണ് ഉയർത്തിയത്, എന്തൊക്കെ വാദങ്ങളാണ് മമത ഉയർത്തിയത്. അതിനിപ്പോൾ കിട്ടിയ പ്രതിഫലമാണ് ഈ ലോക്സഭയിലെ. അല്ല, അതിന് കിട്ടിയ പ്രതിഫലം എന്ന് മാത്രമല്ല, മമത ആരെയെല്ലാമാണ് ഭീഷണിപ്പെടുത്തിയത് നോക്കൂ. അവിടുത്തെ ഹിന്ദുക്കളെ മമത ഭീഷണിപ്പെടുത്തിയത്, നിങ്ങൾ തൃണമൂലിന് വോട്ട് ചെയ്തില്ലെങ്കിൽ മറ്റൊരു സമുദായം, മറ്റൊരു കമ്മ്യൂണിറ്റി നിങ്ങളെ തീർത്ത് കളയും. അതേത് കമ്മ്യൂണിറ്റി? കലാപാഹ്വാനമാണ്. എല്ലാവർക്കും കലാപാഹ്വാനമാണ്. എല്ലാവർക്കും അറിയാം എന്താണ് അവരുദ്ദേശിക്കുന്നത്. അതായത് അവിടുത്തെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയെ എന്താ പറയുക, വംശഹത്യ ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ് മമത പറഞ്ഞത്. അവിടുത്തെ മുസ്ലിങ്ങളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ ഈ പറയുന്നത് പോലെ ഒരു കമ്മ്യൂണൽ ടെൻഷനൊക്കെ അവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കമ്മ്യൂണിറ്റിയെ കൊണ്ട് വേറൊരു കമ്മ്യൂണിറ്റിയെ ഇല്ലായ്മ ചെയ്യും എന്ന് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്യുന്ന തരത്തിലേക്ക് തരം താഴ്ന്നു മമത. അവർ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗമായ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഒരു കാലത്ത്. നമ്മുടെ മലയാളിയായ ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരിക്കുമ്പോൾ മമതാ ബാനർജി അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അത്രയും പ്രവർത്തന പാരമ്പര്യമുള്ള KSU, ഈ പറയുന്നത് പോലെ NSUവിലൂടെ വളർന്നു വന്ന്, രമേശ് ചെന്നിത്തല KSUവിലൂടെ വളർന്നു വന്ന്, ഈ രണ്ടുപേരും അഖിലേന്ത്യാ തലത്തിലെത്തി. അവിടെ നിന്ന് പിന്നെ യൂത്ത് കോൺഗ്രസ്സിലെത്തി, പിന്നീട് കോൺഗ്രസ്സിലെത്തി, അങ്ങനെ വന്നവരാണ്. മമത കോൺഗ്രസ് വിട്ടുപോയി. മമതയുടെ അധികാര കൊതിയാണ് അതൊക്കെ. ഒരുപക്ഷെ ഈ ഗണ്ഡി കുടുംബം കോൺഗ്രസിന്റെ ആധാരം കയ്യിൽ പിടിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ആ ഒരു അധ്യക്ഷ സ്ഥാനത്തേക്കോ മമത പിടിച്ചെടുത്തേനെ. പക്ഷെ അതത്ര എളുപ്പമല്ല. കാരണം ഈ ഉത്തരേന്ത്യൻ, നമ്മൾ പൊതുവെ ഗോസായിമാരെന്ന് പറഞ്ഞ് കളിയാക്കും. ആ ഉത്തരേന്ത്യൻ ലോബിയെ അത്ര പെട്ടെന്നൊന്നും ഈ പറയുന്നത് പോലെ മമതയ്ക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു കോൺഗ്രസ് നേതാവിനോ കേരളത്തിൽ നിന്നുള്ളൊരു കോൺഗ്രസ് നേതാവിനോ ഒന്നും അട്ടിമറിക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ചിലരൊക്കെ കടന്നു വന്ന അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം.
നരസിംഹറാവു എവിടെ പോയി? കെ കരുണാകരൻ എവിടെ പോയി? അല്ലെ, കെ കെ ആന്റണി ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ്. നീ ഇരിക്കാൻ പോകുന്ന കേസ് അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മമത എല്ലാ ആൻറ്റി ഇന്ത്യൻ ആക്ടിവിറ്റിക്കും അല്ലേ, ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്ത ആളാണ്. അതെ, നോക്കൂ, ഈ മാൾഡ, മൂർഷിദാബാദ് തുടങ്ങിയ ജില്ലകൾ അതിൻ്റെ അതിർത്തി തുറന്നിട്ട് ഈ ഇവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാരെ കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ച് നിയമവാഴ്ചയെ വെല്ലുവിളിച്ച് ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്ത് അവരെ കൂട്ടം കൂട്ടമായി ഇവിടെ എത്തിച്ച് അവർക്ക് ആധാർ കാർഡ്, അവർക്ക് റേഷൻ കാർഡ്, അവർക്ക് വോട്ടർ ID കാർഡ് ഒക്കെ കൊടുത്ത ആളാണ് മമത. ആ മമത ആണ് ഇപ്പോൾ ഈ സമാധാനത്തിൻ്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതും രാഷ്ട്രീയത്തിൽ അവർ മാത്രമല്ല, അവർ ഈ ഹിന്ദുക്കളെ വെല്ലുവിളിച്ചത് ഓപ്പണായിട്ട്, നിങ്ങൾ തൃണമൂലിന് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഒരു കമ്മ്യൂണിറ്റി തീർത്ത് കളയും. അതെ, അതുകൊണ്ടാണ് ആ കമ്മ്യൂണിറ്റി ഇടപെട്ട് മമതയെ പൊളിറ്റിക്കലി തീർത്ത് കളഞ്ഞത്. അതാണ് ആ കമ്മ്യൂണിറ്റിക്ക് ബുദ്ധിയും ബോധവും അവർക്ക് കുറെ കൂടെ രാജ്യസ്നേഹവും ഒക്കെ ഉണ്ട് എന്ന് തെളിയുകയാണ് ഇതിലൂടെ. എന്ന് വെച്ചാൽ അവരെ ഉപയോഗിച്ച് അങ്ങനെ നേട്ടം കൊയ്യാം എന്ന് മമത കരുതിയത് അവർ തന്നെ പൊളിച്ചു കൊടുത്തു. ഇനി പറഞ്ഞതുപോലെ മദ്രസ വിദ്യാഭ്യാസത്തിന് കോടികൾ, 5700 കോടി രൂപ. ഇനി അതുപോലെ സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുക. നോക്കൂ, ഇതെല്ലാം വർഗീയ കാർഡാണ് ഇറക്കിയിരിക്കുന്നത്. ഈ മദ്രസകൾക്ക് സ്വാഭാവികമായി കൊടുക്കേണ്ട പണം ഗ്രാൻഡ് കൊടുക്കുക, അത് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചുള്ള, നിയമവാഴ്ച അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. എത്രയാണോ അവർക്ക് ഗ്രാൻഡ് അംഗീകരിച്ചിരിക്കുന്നത്, ഗവൺമെൻറ് നിയമസഭ തീരുമാനിച്ചിരിക്കുന്നത്, ആ ഗ്രാൻഡ് കൊടുക്കുക. അതിനപ്പുറത്തേക്ക് പണം കൊടുക്കുന്നത് സത്യത്തിൽ അത് അഴിമതിയാണ്. അങ്ങനെ അത് ചെയ്തത്. അതുപോലെ തന്നെ സർക്കാർ പണമെടുത്ത്, ഖജനാവിലെ ട്രഷറിയിലെ പണമെടുത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുക, എന്നിട്ട് അത് പിന്നെ നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തെക്കാൾ വലുതാണ്, ഇനി പുരിയിലേക്ക് ആരും പോകണ്ട, എല്ലാവരും ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെയുള്ള ഭ്രാന്തൻ സിദ്ധാന്തങ്ങൾ, മണ്ടത്തരങ്ങൾ ഒക്കെ പറയുക. ഇതെല്ലാമാണ് മമത അവിടെ ചെയ്തത്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇതെല്ലാം ചെയ്ത മമതയ്ക്ക് ബംഗാൾ നഷ്ടപ്പെട്ടു. മമത ജന്മം കൊടുത്ത തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടി തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. അല്ലേ, പാർലമെൻറ്റിലും പോയി. ഇപ്പോൾ കാകോലി ഘോഷ് കത്ത് കൊടുത്തിരിക്കുകയാണ്, 20 MP-മാർ ഞങ്ങളൊരു പ്രത്യേക ബ്ലോക്കായിരിക്കാൻ താല്പര്യപ്പെടുന്നു, ഞങ്ങൾക്ക് മമതയുടെ പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല, ഞങ്ങൾ BJPയെ പിന്തുണയ്ക്കാൻ, NDAയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. ഇപ്പോൾ NDA 293 എന്നുള്ളത് 313 ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ സംഖ്യ. അപ്പോൾ സത്യത്തിൽ NDA കുറെ കൂടെ ബലപ്പെട്ടിരിക്കുന്നു. കാരണം ഈ 20 പേര് മമതയെ വിട്ട് പുറത്തു വരുന്ന, അല്ലെങ്കിൽ മമതയെ പുറത്താക്കി തൃണമൂൽ പിടിച്ചെടുക്കുന്ന ആ 20 പേർ, അങ്ങനെ സംഭവിക്കാമല്ലോ. അവർ പറയാണ് ഞങ്ങൾ അവരുടെ കൂടെ ബഹുഭൂരിപക്ഷ MLA-മാരും കൂടെ വന്നു കഴിഞ്ഞാൽ, ഈ ഋതബ്രത ബാനർജിയുടെ കഥ അവിടെ നിൽക്കട്ടെ, ബഹുഭൂരിപക്ഷ MLA-മാരും കൂടെ വന്നു കഴിഞ്ഞാൽ തൃണമൂൽ അവരുടെ കയ്യിലായി. ഇപ്പം ലോക്സഭയിൽ അവരൊരു ബ്ലോക്കായിട്ടിരിക്കുന്നു, അവർ NDA അവർ പിന്നെ അല്ല, ഈ പറഞ്ഞതുപോലെ ലോക്സഭയിൽ അവർ ഒരു ബ്ലോക്കായിട്ടിരിക്കുന്നു 20 പേര്, എന്നിട്ട് അവർ NDAയെ പിന്തുണയ്ക്കുന്നു. കാരണം അവർ NDAയെ പിന്തുണയ്ക്കുക അല്ല സത്യത്തിൽ ചെയ്യുന്നത്, NDAയുടെ പിന്തുണ, BJPയുടെ സംരക്ഷണം അവർ നേടുകയാണ്. കാരണം മമതയുടെ അടുത്ത് ഉടക്കിയിട്ട് അങ്ങനെ നിൽക്കാൻ സാധിക്കില്ല, അത്ര എളുപ്പമല്ല. മമത നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു എക്സെൻട്രിക്കാണ്, അന്തം വിട്ട പ്രതി എന്തും ചെയ്യും, കൊലപാതകം നടത്താൻ വരെ മടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയമുണ്ട്. അവർ മാത്രമല്ല, നിയമപരമായ പരിരക്ഷ കിട്ടണം, മറ്റ് കാര്യങ്ങളെല്ലാം, അവർ ജീവന് പേടിയുണ്ടാവില്ലേ മനുഷ്യന്. അപ്പോൾ അവർ മാത്രമല്ല, പാർലമെൻറ്റിൽ അവർക്കിനി സുഗമമായിട്ട് മുന്നോട്ട് പോകണം. എന്തായാലും 2029 1 നേഷൻ 1 ഇലക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് അവർ വളരെ അതുവരെ അവർക്ക് പാർലമെൻറ്റിൽ നിന്ന് പഴക്കണം. ഇനി ഏതാണ്ടൊരു 3 കൊല്ലമുണ്ട് അല്ലേ. അപ്പോൾ ആ 3 വർഷം അവർക്ക് അവരുടെ ജീവനും സ്വത്തുമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പാർലമെൻറ്റ് നടപടികളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം. അതിന് അവർക്ക് BJPയുടെ സംരക്ഷണം കിട്ടിയേ മതിയാവുള്ളൂ.
തീർച്ചയായിട്ടും. അതുകൊണ്ട് അവർ ഈ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കുകയും സ്പീക്കർക്ക് കത്ത് കൊടുക്കുകയും ചെയ്തു. ഞങ്ങളിനി പ്രതിപക്ഷത്തല്ല, ഞങ്ങൾ ഭരണപക്ഷത്ത് NDAയെ പിന്തുണയ്ക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് NDAയ്ക്കൊപ്പം ഒരു ബ്ലോക്കായിട്ടിരിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. അപ്പോൾ 28 MP-മാരിലോ 29 MP-മാരുണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. ഇന്നത്തെ നിലയ്ക്ക് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഉറപ്പായിട്ടും BJPയെ ജയിച്ചു വരുള്ളൂ. അപ്പോൾ അതിൽ 28-ൽ 20 പേര് അവരൊരു ബ്ലോക്കായിട്ട് NDAയെ പിന്തുണച്ചിരിക്കുന്നു. ഇനി ഈ പറഞ്ഞതുപോലെ ബംഗാളിൽ നിന്ന് രാജ്യസഭ MP-മാരുണ്ട്, അതിലൊരാൾ രാജിവെച്ചു. 3 പേര് മമതയെ പിന്തുണച്ച് നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവരും അധികകാലമൊന്നും മമതയെ പിന്തുണച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അധികാരം നഷ്ടപ്പെട്ട മമത ഭ്രാന്തമായ നടപടികളിലേക്ക്, നീക്കങ്ങളിലേക്കായിരിക്കും കടക്കുന്നത്. ഇത് ഈ MP-മാർക്ക്, രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള MP-മാർക്ക് മമതയുടെ ഒപ്പം നിൽക്കുന്ന തൃണമൂൽ MLA-മാർക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അവരെ കൊണ്ട് മമത പല കാര്യങ്ങളും ചെയ്യിക്കാൻ ശ്രമിക്കും. പല നിയമവിരുദ്ധ നടപടികളിലേക്കും അത് പോകും. അത് വലിയ വെല്ലുവിളിയായി മാറും. ഇപ്പോൾ ഏറ്റവും പുതിയ നീക്കം ഈ മമതയുടെ ഒരു അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്നൊരു നീക്കമാണല്ലോ പാർലമെൻറ്റിൽ. അതെ അതെ. അപ്പോൾ മമത ഇപ്പം അതുകൊണ്ടാണ് മമത ഇന്ത്യ മുന്നണിയിൽ തലയും താഴ്ത്തി ഈ ശബ്ദകോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ രാഹുലിൻ്റെ നായകത്വം, നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് വാലും ചുരുട്ടി വിടാതെ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ മമതയെ നമ്മൾ ഇങ്ങനെയാണോ കാണുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിലൊന്നും മമത പങ്കെടുക്കില്ല. ഇന്ത്യ മുന്നണിക്ക് ആവശ്യമുള്ള നിർണായകമായ സമയത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനടക്കമുള്ള നിർണായക യോഗത്തിൽ ഒന്നും മമത പങ്കെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, പറഞ്ഞു. ഒറ്റയ്ക്കാണ് അവർ മത്സരിച്ചത്. ബംഗാളിൽ ഒറ്റയ്ക്കാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിനും CPM-നും അവർ 2011 ജയിക്കാൻ കോൺഗ്രസുമായിട്ട് സഹകരിച്ചു. പക്ഷെ ജയിച്ചു വന്നതിന് ശേഷം കോൺഗ്രസിനൊക്കെ വീട്ടിലെ ജോലിക്കാരന് കൊടുക്കുന്ന, വളർത്തു പട്ടിക്ക് കൊടുക്കുന്ന പരിഗണന പോലും അവർ കൊടുത്തില്ല. അധീർ രഞ്ജൻ ചൗധരി വാസ്തവത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഒപ്പമാണ് ഇരുന്നിരുന്നത്. അദ്ദേഹം വളരെ ശക്തമായിട്ട് മമതയെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. അദ്ദേഹം പല ആവർത്തി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, ഈ മമതയ്ക്കൊപ്പം പോകരുത്, നമ്മൾക്ക് ഗതിയുണ്ടാവില്ല, മമതയെ എതിർത്ത് തന്നെ നിൽക്കണം എന്ന്. ഇപ്പോൾ ഒരു പക്ഷേ കോൺഗ്രസും മമതയെ ശക്തമായി എതിർത്ത് നിന്നിരുന്നു. രാഹുൽ ഗാന്ധി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ചെന്നില്ല. അതൊരു പൊളിറ്റിക്കലാണ്, അതൊരു സ്ട്രാറ്റജിയാണ്. ആൻഡമാൻ വിളിച്ചിട്ടല്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഇതിനേക്കാൾ പ്രാധാന്യം ആൻഡമാൻ ആയിരുന്നു. അതിന് മറ്റൊരു കാരണമുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത്, മമത എന്നാലും മമതയെ പേടിയാണ്. രാഹുൽ ഗാന്ധിക്ക് മമത എന്ന് പേടിയായിരുന്നു. അല്ല, രാഹുൽ ഗാന്ധിക്കല്ല, ഇന്ത്യ മുന്നണിയിലെ ഒരുവിധപ്പെട്ടവർക്കെല്ലാം മമതയെ അന്ന് ഭയമായിരുന്നു. കാരണം 39 42 MP-മാർ ഉള്ള ഒരു സംസ്ഥാനം, അതിൽ 28-29 പേര് മമതയ്ക്കൊപ്പം. അതുപോലെ ബംഗാളിൻ്റെ ഭരണം കയ്യിലിരിക്കുന്നു. വലിയ റിസോഴ്സസ് ഉള്ളൊരു സംസ്ഥാനം, അവിടുത്തെ ഇത്രയും വലിയ സംസ്ഥാനം, ഇത്രയും ജനങ്ങൾ, ഇതൊക്കെയുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം കയ്യിൽ വെച്ചുകൊണ്ടാണ് മമത ഈ വെല്ലുവിളിയൊക്കെ നടത്തിയത്. അപ്പം മമതയ്ക്ക് കുറെ കൂടി മമത പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പോൾ ഹേമന്ത് സോറനെ പോലെയുള്ളവരെ കൂടെ നിർത്തിക്കൊണ്ട് മമത ഒരു കളിക്കിറങ്ങിയാലോ? മാത്രമല്ല, മമതയുടെ ഉദ്ദേശം ഈ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളെല്ലാം കൂടെ നിർത്തിക്കൊണ്ട് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുക എന്നുള്ളതുമായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തി കാണിക്കണം എന്നുള്ളതായിരുന്നു മമതയുടെ. ഈ സ്വന്തം MP-മാരുടെ പാര വന്നത്. അതിനിടയ്ക്കാണ് ഒന്നിൽ കൂടുതൽ വള്ളത്തിൽ ചവിട്ടി നടക്കാൻ പറ്റില്ലല്ലോ. അല്ല, മമത കഴിഞ്ഞു. മമതയെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇനി ഞാൻ 1 വർഷത്തിനകം നരേന്ദ്രമോദിയെ താഴെ ഇറക്കും എന്നൊക്കെ പറയുന്നത് ഈ കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത്. മമതയെ വിശ്വസിച്ചാണ് PV അൻവർ ഇവിടെ TMC-യുടെ നേതാവായി മാറിയത്. അത് അൻവർ തന്നെ അവസാനം അത് പിൻവലിച്ചല്ലോ, തോറ്റുതുന്നം പാടിപ്പോയി. ഇതൊക്കെ ഇങ്ങനെ എത്ര ഗിമ്മിക്കുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തിരിച്ചുവരവ് മമതയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതിന് ഞാൻ ഒട്ടും സാധ്യത കാണുന്നില്ല. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഏജൻസികൾ, അത് ED ഉണ്ട്, CBI ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഏജൻസികൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ മമതയ്ക്കെതിരെ, മിലിറ്ററിയുമുണ്ട്, BSF അടക്കമുള്ളവരുണ്ട്, അതിർത്തി രക്ഷാസേന, ഇവരെല്ലാവരും മമതയ്ക്കെതിരെ വിവിധ വകുപ്പുകളും ചുമത്തി കാത്തിരിക്കുകയാണ്.
അപ്പോൾ മമതയും അഭിഷേക് ബാനർജി. അഭിഷേകിന്റെ അനുയായിയാണല്ലോ നേപ്പാൾ അതിർത്തിയിൽ. അല്ല, അത് മാത്രമല്ല, മറ്റേ ജഹാംഗീർ ഖാൻ നേപ്പാൾ അതിർത്തി, അതെ, നേപ്പാൾ അതിർത്തിയിൽ നിന്ന് പിടിയിലായി. അയാൾ എന്താണ് അവിടെ ചെയ്തത്? അയാൾ ഈ ഫാൽത്ത മണ്ഡലത്തിൽ BJPയുടെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ BJPയുടെ ചിഹ്നവും സ്ഥാനാർത്ഥിയുടെ പേരും വരുന്നിടത്ത് സെല്ലോട്ടെ പൊട്ടിക്കുക, അവിടെ പ്രത്യേകം മഷി തേച്ച് അതിനെ മറയ്ക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കൃത്രിമങ്ങൾ ചെയ്ത് പിടിക്കപ്പെട്ടയാളാണ്. അത് മാത്രമല്ല, അയാൾക്കെതിരെ അതിശക്തമായി ED ഉൾപ്പെടെയുള്ള ഏജൻസികൾ, NIA ഉൾപ്പെടെയുള്ള ഏജൻസികൾ അയാൾക്കെതിരെ നീങ്ങുകയാണ്. അയാൾ ഇപ്പോൾ അറസ്റ്റിലായത് കേവലം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ച കുറ്റത്തിനല്ല, അതിനപ്പുറത്ത് വലിയ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയതിന് കൃത്യമായി തെളിവോടുകൂടിയാണ് അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അയാൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം താൻ പിന്മാറുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങിയത്. അതുകൊണ്ടാണ് ഈ മുങ്ങിയ ആളിനെയാണ് നേപ്പാൾ അതിർത്തിയിലിട്ട് പിടിച്ചിരിക്കുന്നത്. എന്തായാലും ജഹാംഗീർ ഖാൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. നേരത്തെ ഷാജഹാൻ ഷെയ്ഖ് നമുക്കറിയാം, 800 ചില്ലുവാനും ദിവസങ്ങളായിട്ട് ജാമ്യം പോലും കിട്ടാതെ EDയെ ആക്രമിച്ച കേസിൽ അകത്ത് കിടക്കുകയാണ്, വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജഹാംഗീർ ഖാനും അത് തന്നെയാണ് ഗതി. അത് നാളെ അഭിഷേക് ബാനർജി. ജഹാംഗീർ ഖാൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെല്ലാവരും ചർച്ച ചെയ്യുന്നത്. കാരണം അവിടെ കണ്ടില്ലേ, അവിടെ ED ആക്രമിച്ച. നമുക്ക് അതിലേക്ക് വരാം. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഈ ജഹാംഗീർ ഖാനും അഭിഷേക് ബാനർജിക്കും മമതയ്ക്കുമൊക്കെ, മമതയുടെ ഒപ്പം നിൽക്കുന്ന ഹാർഡ് കോർ തൃണമൂൽ ക്രിമിനലുകൾ, അങ്ങനെ തന്നെ പറയാം, ആ ക്രിമിനലുകൾക്കെല്ലാം ഗതി വേറെ ഒന്നുമല്ല, എല്ലാം ഇരുമ്പഴിക്കുള്ളിലാകും. കാരണം അത്രത്തോളം കൊടും പാതകങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, കൊടും ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്, അത്ര കടുത്ത ക്രിമിനൽ കുറ്റങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാഫിയ സംഘത്തിന് രക്ഷയില്ല. ഇത് അഖിലേഷ് യാദവിനും മറ്റെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മമതയെ നമ്പി മുന്നോട്ട് പോയാൽ അത് ശരിയാവില്ല എന്ന് ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ട് എല്ലാ കക്ഷികൾക്കും മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസ് തൽക്കാലം, കാരണം കോൺഗ്രസിനും CPMനും ഒക്കെ മമത ചെയ്യുന്നതാണ് നല്ലത്. അത് ചീഞ്ഞ് മമതയ്ക്കൊപ്പമുള്ളവർ കുറച്ചുപേരെങ്കിലും തങ്ങളോടൊപ്പം വരും. അത് BJP വിരുദ്ധ വോട്ടുകളാണ്, അത് ഒരിക്കലും BJPയെ അനുകൂലിക്കുന്ന വോട്ടുകളല്ല. പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റി തലത്തിൽ മുസ്ലിം വോട്ട് ഒരിക്കലും BJPയിലേക്ക് പോവില്ല. അപ്പോൾ അവിടെ ഇനിയിപ്പോൾ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലായിരിക്കും മത്സരം ഈ മുസ്ലിം വോട്ട് പിടിച്ചെടുക്കാൻ. കാരണം മമതയുടെ കാര്യം തീർന്നു, മമതയ്ക്ക് ഇനിയൊരു ഭാവിയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസും CPM പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചു വരാൻ വലിയ പരിശ്രമം നടത്തും. അങ്ങനെ വിട്ടുകൊടുക്കാതെ അത് CPMൻ്റെ പഴയ പരാജയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ മമതയുടെ വോട്ട് ബാങ്ക്, ഇപ്പോൾ കയ്യിലിരിക്കുന്ന ബാക്കി വന്നിരിക്കുന്ന ആ വോട്ട് ബാങ്ക്, സമുദായ വോട്ട് പിടിച്ചെടുക്കാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് മമതയ്ക്ക് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മമതയ്ക്ക് ഇനിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. ആ ചാപ്റ്റർ നരേന്ദ്രമോദി അമിത്ഷായും ചേർന്ന് എന്നേക്കുമായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇനി സംഭവിക്കാൻ ബാക്കിയുള്ളത് മമതയുടെ അറസ്റ്റും ജയിൽവാസവുമാണ്. അത് മമത മാത്രമല്ല, അനന്തരവൻ അഭിഷേക് ബാനർജിയും പിന്നെ ജഹാംഗീർ ഖാനെ പോലെയുള്ള ഗുണ്ടകളും ഒക്കെ മമതയ്ക്കൊപ്പം അഴിയെണ്ണുന്ന കാഴ്ച താമസിയാതെ ബംഗാളും രാജ്യവും കാണും.